പ്രാണിതി ഷിൻഡെ കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവാണല്ലോ. പ്രാണിതി ഷിൻഡെ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ ഒരു തമാശയാണ് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ദയവായിട്ട് ഞങ്ങൾക്കെതിരെയുള്ള എയർ സ്ട്രൈക്ക് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇന്ത്യക്ക് യുദ്ധം നടത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല. നിന്റെ ഈ ചിരിയുണ്ടല്ലോ, ഇനി നമ്മൾ കണ്ടുമുട്ടുമ്പോ നിന്റെ മുഖത്ത് ഈ ചിരി ബാക്കിയുണ്ടാവില്ല. ഇന്നലെ മാധ്യമം കൂടെ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ ഇസ് എ തമാശ എന്നാണ് പറഞ്ഞത്. എന്ത് ഇന്ത്യയുടെ ധീര ജവാന്മാർ പാകിസ്ഥാനിനുള്ളിലേക്ക് കടന്നു എന്നുകൊണ്ട് പാകിസ്ഥാനിലെ 9 ഭീകര ക്യാമ്പുകൾ തകർക്കുകയും പാകിസ്ഥാൻ സൈന്യവുമായിട്ട് നേരെ ഏറ്റുമുട്ടലിന് വരെ തയ്യാറാവുകയും ചെയ്ത ഈ രാജ്യത്തിന്റെ അഭിമാന സിന്ദൂരമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ ഒരു തമാശയാണ് എന്നാണ് പറഞ്ഞത്. ഈ രാജ്യത്തോട് മുഴുവൻ പറഞ്ഞത് എന്താ? ജീവനോടെ പിടിക്കണം, അങ്ങനെയാണ് ഇവർ വന്നതെന്ന് അറിയണം എന്നൊക്കെയാ. ഇപ്പൊ ജീവനോടെ പിടിക്കണ്ടേ? ഇപ്പൊ നിങ്ങൾക്ക് ജീവനോടെ പിടിക്കണ്ടേ? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ. അപ്പൊ പിന്നെ എന്തിനാ വെടിവെച്ച് കൊന്നു കളഞ്ഞത്? ഇപ്പൊ ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറഞ്ഞ് നിങ്ങൾ വലിയ എന്തോ രഹസ്യമായിട്ട് പ്രവർത്തനം നടത്തി ഇവരെ കൊന്നു കളഞ്ഞു. അപ്പൊ പിന്നെ ആരോടും ചോദിക്കാനും പറയാനും ഇല്ലല്ലോ. ജീവനോടെ പിടിക്കണം എന്ന് പറഞ്ഞ് ഇത്രയും കാലം കാത്തിരുന്നിട്ട് വെടിവെച്ച് കൊന്നു കളഞ്ഞു എന്ന് ഇപ്പൊ പറയാ. നിന്റെ ഈ ഒരു കരുത്തുള്ള കയ്യാ എനിക്കിന്ന് വേണ്ടത്. എന്തിനാ അളിയ ഒരു കൈ? ഈ 2 കൈയും അളിയനെ ചുടുകാട്ടിലേക്ക് എടുക്കുന്നവരെ അളിയന്റെ കൂടെ ഉണ്ടാവും. ലോകത്തിന്റെ മുഴുവൻ പിന്തുണ കിട്ടി, കോൺഗ്രസിന്റേത് കിട്ടിയില്ല. ഇപ്പോ അഭിനന്ദൻ വർദ്ധമാൻ അവിടെ പോയി കുടുങ്ങുന്ന സമയത്ത് മോദി കുടുങ്ങിയെന്നാണ് പറഞ്ഞത്. പക്ഷെ അഭിനന്ദൻ തിരിച്ചു വന്നു, പഞ്ചാബിൽ നിന്ന് പോയ സൈനികൻ തിരിച്ചു വന്നു. ഇതൊക്കെ രാജ്യത്തിന്റെ നേട്ടമാണെന്ന് നിങ്ങൾ അംഗീകരിക്കാത്തപ്പോൾ നിങ്ങളെ നോക്കി രാജ്യം മുഴുവൻ ചിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. അതെ, എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഈ പ്ലേയുടെ ഉദ്ദേശം എന്താണെന്ന്? പാകിസ്ഥാനെ 2ആക്കി വിഭജിക്കാനായിട്ട് യുദ്ധം നടത്തി വിജയിച്ച നേതാവിന്റെ പേര് ഇന്ദിരാഗാന്ധി എന്ന. ഇന്ദിരാഗാന്ധി കോൺഗ്രസ്സുകാരിയായിരുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അത് ന്യായം. ചരിത്രം അറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഈ പഹൽഗാം അക്രമത്തിന് കാരണമായിട്ടുള്ള സെക്യൂരിറ്റി വീഴ്ചയുടെ ഉത്തരവാദി ആരാണെന്ന് പറയും ശംഖു. അത് പറയണ്ടേ? അവിടെ എന്തുകൊണ്ട് സൈന്യത്തിന്റെ അംഗബലം കുറഞ്ഞു? പിന്നെ എന്തിനാ നിങ്ങൾ നിർത്തിയത്? ആ പാകിസ്ഥാനെ വിറപ്പിച്ചുകൊണ്ട് തന്നെ പാക് അധീന കാശ്മീർ പിടിച്ചെടുക്കാമായിരുന്നല്ലോ. ആ പിടിച്ചെടുക്കാതെ എന്തിനാണ് ഇന്ത്യൻ സൈന്യത്തെ നിങ്ങൾ തിരിച്ചു വിളിച്ചത്? അതിന് മറുപടി പറയണ്ടേ? അപ്പോ പണ്ട് നെഹ്റു ചെയ്ത തെറ്റാണെങ്കിൽ ഇന്ന് അതേ തെറ്റ് മോദി ചെയ്തു എന്നാണോ നിങ്ങൾ പറയുന്നത്? ജിൻഡോ ജോൺ അദ്ദേഹത്തിന്റെ ഊഴം തുടങ്ങിയ സമയത്ത് പ്രധാനമന്ത്രിയെ പറ്റി പറഞ്ഞത് വിവരമില്ലാത്തവർക്ക് എന്തും പറയാലോ എന്നുള്ളതാണ്. ഇത് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നിയെങ്കിലും അദ്ദേഹത്തിന്റെ ഊഴം കഴിഞ്ഞപ്പോൾ അത് വളരെ ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്നു. നിങ്ങളൊരു മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്നത് പാകിസ്ഥാനുമായിട്ട് ഒരു ഫുൾ ഫ്ലഡ്ജ് വാർ നടത്താനുള്ള തീരുമാനത്തോട് കൂടിയിട്ടല്ല. പഹൽഗാം അറ്റാക്കിന് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നത്. അല്ലാണ്ട് പാകിസ്ഥാനുമായിട്ട് മുഴുനീള യുദ്ധം നടത്താനുള്ള താല്പര്യം ഇന്ത്യക്കില്ല. എന്ത് പറ്റിയടാക്കൂ? ടിക്കറ്റ് കിട്ടിയില്ലേ? അത് ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ആർമി ബ്രീഫിംഗിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വി ഡു നോട്ട് ഇന്റൻഡ് എസ്കലേഷൻ. പാകിസ്ഥാൻ അത് മനസ്സിലാക്കണം. ഞങ്ങൾ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ്സ് അറ്റാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ തീവ്രവാദ ക്യാമ്പുകൾ മാത്രമേ അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നുള്ളത്. നമ്മൾ ആദ്യഘട്ടത്തിൽ എന്താ ചെയ്തത്? പാകിസ്ഥാനിലെ 18 ഭീകര ക്യാമ്പുകളിൽ ഐഡന്റിഫൈ ചെയ്ത് അതിൽ ഇന്ത്യയിൽ 2000 മുതൽ 2025 വരെ നടന്നിട്ടുള്ള ഭീകരാക്രമണങ്ങളിൽ നമ്മൾ ഏകപക്ഷീയമായി നടപ്പിലാക്കിയ നമ്മൾ ഏകപക്ഷീയമായി നടപ്പിലാക്കിയ ആക്രമണം അവസാനിപ്പിക്കലല്ല. ഒരു വാർ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ശത്രുവിന്റെ ഉദ്ദേശം ശരിക്കും അറിഞ്ഞിരിക്കണം. അത് ഒരു വെടിനിർത്തലാണ്. അത് അങ്ങോട്ടും ഉണ്ടായിട്ടില്ല, പിന്നീട് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടോ പിന്നീട് ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു ഒറ്റ ദിവസം കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ ഇടയ്ക്ക് ഒരു പ്രകോപനം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം കൈവരിച്ച് നമ്മൾ നിർത്തിയതല്ല. അവിടെ കൃത്യമായി രണ്ടുപേരും തമ്മിലൊരു ധാരണയുണ്ടാകുന്നുണ്ട്. അതിനു മുൻപ് ഒരു നിമിഷം പോലും നമ്മൾ നമ്മളുടെ പ്രതികാരം പൂർത്തിയാക്കി എന്ന് പറഞ്ഞിട്ടുമില്ലല്ലോ. ഈ യുദ്ധം കൊണ്ട് പാകിസ്ഥാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? That's a point I am coming to. ഇന്ത്യയുടെ ആദ്യത്തെ ദിവസം പാകിസ്ഥാനിലെ 9 ഭീകര ക്യാമ്പുകൾ ആക്രമിച്ച് മുറീദ് ഖാൻ, മുസാഫർബാദ് ഉൾപ്പെടെയുള്ള, അതായത് ജെയ്ഷെ മുഹമ്മദ് അടിയും ലഷ്കർ ഇ തോയ്ബയുടെയും ആസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള 9 ഭീകര ക്യാമ്പുകൾ ആക്രമിച്ച് ഈ ടെറർ ലോഞ്ച് പാഡുകൾ നശിപ്പിക്കുന്നതോടുകൂടി ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിലെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് എന്താ? ഇവിടെ വെച്ച് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു, ഇനി പാകിസ്ഥാൻ ഒന്നും ചെയ്യരുത്, ഞങ്ങൾ നിങ്ങളുടെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റിൽ ആക്രമിച്ചിട്ടില്ല, നിങ്ങൾ സൈനികമായിട്ടുള്ള തിരിച്ചടിക്ക് മുതലെടുത്ത്. അത് കേൾക്കാതെ പാകിസ്ഥാൻ സൈനികാക്രമണം നടത്തിയപ്പോഴാണ് നമ്മൾ അതേ പ്രൊപ്പോഷണലായിട്ടുള്ള തിരിച്ചടി നടത്തിയത്. പ്രൊപ്പോഷണൽ, നോൺ എസ്കലേറ്ററി ആൻഡ് റെസ്ട്രിക്റ്റഡ് എന്നാണ് നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞത്. അതായത് ആനുപാതികമായ, നിയന്ത്രിതമായ, കൃത്യമായിട്ടുള്ള തിരിച്ചടിയാണ് നമ്മൾ നടത്തിയത്. അതിനുശേഷം പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമിക്കാൻ ശ്രമിച്ചു. നമ്മൾ മാന്യമായ തിരിച്ചടി കൊടുത്തു. പാകിസ്ഥാന്റെ DGMO കരഞ്ഞോണ്ട് നമ്മുടെ അടുത്ത് വന്നു. പാകിസ്ഥാന്റെ DGMO ഇങ്ങോട്ട് വിളിച്ചിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾ ഇനി ഒരു എസ്കലേഷന് തയ്യാറാവുന്നില്ല, നിങ്ങൾ ദയവായിട്ട് ഞങ്ങൾക്കെതിരെയുള്ള എയർ സ്ട്രൈക്ക് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇന്ത്യക്ക് യുദ്ധം നടത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ചർക്കയിൽ നൂറ്റെടുത്ത ഖദർ കൊണ്ട് നാണം മറയ്ക്കുന്ന ദരിദ്രവാസി രാഷ്ട്രീയക്കാരനെ പുറംകാലുകൊണ്ട് ചവിട്ടി പുറന്തള്ളി പകരം നിന്നെ പോലുള്ള എംബോക്കികൾക്കെടുത്ത് അമ്മാനമാടാൻ കോടികൾ പ്രസവിക്കുന്ന ഡൽഹി ഉണ്ടല്ലോ, നിന്റെ പുതിയ ഡൽഹി. ഈ ഭരത് ചന്ദ്രൻ ഒന്ന് പിടിമുറുക്കി കഴിഞ്ഞാൽ പിന്നെ
ആ ഡൽഹിക്ക് മാവില്ല നിന്നെ രക്ഷപ്പെടുത്താൻ. നമ്മൾ സമാധാനത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ് അൺവേവറിംഗ് ആണ്. നമ്മൾ ഭീകരതയ്ക്ക് മറുപടി കൊടുക്കണം എന്നുള്ള ഉദ്ദേശമാണ് ഉണ്ടായിരുന്നത്. ആ ഭീകരതയ്ക്കുള്ള മറുപടി പാകിസ്ഥാന്റെ സൈനികമായ മറുപടിയായിട്ട് അവർ എടുക്കുകയും അതിന് സൈനികമായിട്ടുള്ള പ്രതികരണം നടത്തുകയും ചെയ്തുകൊണ്ടാണ് നമുക്ക് അവരുടെ സൈനിക എസ്റ്റാബ്ലിഷ്മെന്റുകൾ ആക്രമിക്കേണ്ടി വന്നത്.